സുൽത്താൻ ബത്തേരിയിലെ പുലിപ്പേടിയിൽ DFO ഓഫീസ് മാർച്ചുമായി CPIM-ഉം കോൺഗ്രസും. ഓഫീസ് ഉപരോധിച്ച് പ്രവർത്തകർ. അതേസമയം എറണാകുളം പെരുമ്പാവൂരിൽ ജനവാസ മേഖലയിൽ കാട്ടാനക്കൂട്ടം ഇറങ്ങി. പ്രദേശവാസികൾ പടക്കം പൊട്ടിച്ചാണ് ആനക്കൂട്ടത്തെ തുരത്തിയത്. പുലിഭീതിയിലാണ് സുൽത്താൻ ബത്തേരി നഗരം. കോട്ടക്കുന്നിൽ ഇന്നലെ രാത്രിയും പുലിയെത്തി. ഇതോടെ നഗരസഭാ കൗൺസിലർമാർ പുലിയെ കൂടുവെച്ച് പിടികൂടണമെന്ന ആവശ്യവുമായി പ്രതിഷേധവുമായി രംഗത്തെത്തി. വൈൽഡ് ലൈഫ് വാർഡന്റെ ഓഫീസ് ഉപരോധിച്ചായിരുന്നു പ്രതിഷേധം. CPIM-ഉം UDF-ഉം പ്രതിഷേധിച്ചു. ഒടുവിൽ കൂടുവെക്കാൻ തീരുമാനമായി. കൂട് വെച്ചിട്ടില്ലെങ്കിൽ ഈ ആഫീസ് ഞങ്ങൾ ഇന്ന് അടക്കാൻ സമ്മതിക്കില്ല. ഈ കൂട് വെക്കാനുള്ള ഉത്തരവ് ഇവിടെ കൊണ്ടുവന്ന് ഞങ്ങൾ തന്നു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾ ഇവിടുന്ന് ഈ നമ്മുടെ കൗൺസിലേഴ്സ് മുഴുവൻ ഇവിടുന്ന് പിരിഞ്ഞു പോകുള്ളൂ എന്ന തീരുമാനത്തിലാണ്. മുള്ളൻകൊല്ലി, കബനിഗിരി, മരക്കടവ് പ്രദേശത്തും കഴിഞ്ഞ ദിവസം പുലി ഇറങ്ങി. പുലിയുടെ ദൃശ്യങ്ങൾ CCTV-യിൽ നിന്ന് ലഭിച്ചു. ഒരു പട്ടിയെ പുലി പിടികൂടി. കാളികാവിലെ നരഭോജി കടുവയ്ക്കായി തെരച്ചിൽ തുടരുകയാണ് വനം വകുപ്പ്. 3 സംഘങ്ങളായി തിരിഞ്ഞാണ് തെരച്ചിൽ. പ്രദേശത്ത് കൂടുതൽ ക്യാമറകൾ സ്ഥാപിക്കും. എറണാകുളം പെരുമ്പാവൂരിൽ ഭീതി വിതച്ച് കാട്ടാനക്കൂട്ടം. ജനവാസ മേഖലയിലാണ് കാട്ടാനകൾ ഇറങ്ങിയത്. നാട്ടുകാർ പടക്കം പൊട്ടിച്ച് കാട്ടാനകളെ തുരത്തി. സംസ്ഥാനത്തെ മറ്റു ചില മേഖലയിലും ഭീതി പടർത്തുന്നുണ്ട് കാട്ടാനകൾ. പാലക്കാട് കഞ്ചിക്കോട്, പത്തനംതിട്ട കോന്നി, കല്ലേലി, ഇടുക്കി, മൂന്നാർ ഇവിടെയെല്ലാം കാട്ടാനകൾ ഇറങ്ങി. സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലും വന്യജീവി ശല്യം അറുതിയില്ലാതെ തുടരുമ്പോൾ വനം വകുപ്പിനെതിരെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്.